ഹലോ, ഇന്ന് നമുക്ക് നത്തോലി കൊണ്ടുള്ള 2 റെസിപ്പി നോക്കാം. ഇപ്പോൾ ഈ കുഞ്ഞുമീൻ്റെ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നത്തോലി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മുളക് കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ കറിച്ചട്ടിയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതുപോലെ തന്നെ വേപ്പിലയും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത പീസുകളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ ഈ ജ്യൂസൊക്കെ ഈ മിക്സിയിലോട്ടൊന്ന് ഇറങ്ങുന്ന രീതിയിൽ നല്ലോണം പിഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കോൽപ്പുളി എടുത്ത് വെച്ചിരുന്ന കോൽപ്പുളി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ഈ മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ മിക്സ് ഒന്ന് അടുപ്പത്തൊന്ന് വെച്ച് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ കുഞ്ഞുമീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉള്ളിലുള്ള ഈ സംഭവമൊക്കെ നീക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ച അരപ്പിലോട്ട് നമ്മുടെ മീനൊക്കെ ഒന്നിട്ട് സെറ്റാക്കി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ തിളക്കം വന്ന് റെഡി ആവണ്ട കേട്ടോ. നല്ലോണം തിളച്ചെങ്കിൽ കൂടെ ഇതൊന്ന് നല്ലോണം വറ്റി ഒന്ന് സെറ്റാവണ ഒരു ടൈം നമുക്കിത് എടുക്കണം കേട്ടോ. എന്നാലാണ് ഈ മീനിലൊക്കെ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുള്ളൂ. പിന്നെ ലാസ്റ്റാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് കുറച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ട കറിയൊക്കെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. ഈ മീനിൻ്റെ കറി ആയതുകൊണ്ട് തന്നെ നല്ല മണമായിരുന്നു കേട്ടോ കറിക്ക്. ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മീൻ പീരയാണ്. ഇതിനായിട്ട് കുറച്ച് നാളികേരത്തിൽ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകിൻ്റെ പേസ്റ്റും ഇട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം, കുടപ്പുളിയാണ് ഞാൻ എടുക്കുന്നത്, അതും കൂടെ ഇട്ടിട്ട് നല്ലോണം തിരുമ്പി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു വേപ്പില തണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഉപ്പും ഇത്തിരി അധികം മഞ്ഞൾപ്പൊടിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ വേണം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഈ അരപ്പിലോട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത മീനിലോട്ട് ആ പുളിവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ നാളികേരത്തിൻ്റെ മിക്സൊക്കെ ഒന്ന് സെറ്റ് ആവണ വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ടെക്സ്ചർ ആയതിനു ശേഷമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഈ മിക്സ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വാഴയില കൊണ്ടാണ് മൂടി വെക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. അപ്പോൾ വാഴയിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിതൊന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പീര അടിപൊളി സെറ്റായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്